നമസ്കാരം, ഞാൻ മോഹനൻപിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി സെക്കൻഡ് ടേമിലേക്ക് 2024-25 നടന്ന ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവുമാണ്. ഇതിൻ്റെ വിശദമായ ഒരു വീഡിയോ പിന്നാലെ ഇടുന്നത് കൊണ്ട് ഇപ്പോൾ ഞാനിത് ഒന്ന് അവലോകനം ചെയ്യുന്നു എന്ന് മാത്രം. നമുക്ക് ചോദ്യം പരിശോധിക്കാം. ഠാക്കൂർ കാ കുവാം കഹാനി കാ അമിഷ് പഠേ ഓർ ഏക് സെ 3 തക്കെ പ്രശ്നോं के उत्तर लिखें. ഠാക്കൂർ കാ കുവാം എന്ന കഹാനിയെ ആസ്പദമാക്കി അതിൻ്റെ അംശം വായിച്ച് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. നമുക്കറിയാവുന്ന പാസേജാണ്. കുപ്പി की धुंधली रोशनी कुएं पर आ रही थी, गंगी जगत की आठ में बैठी मौके का इंतजार करने लगी. इस कुएं का पानी सारा गांव पीता है, किसी के लिए रोक नहीं, सिर्फ ये बदनसीब नहीं फर सकते. गंगे का विद्रोही दिल रिवासी पाबंदियों और मजबूरियों पर चोटें करने लगा. हम क्यों नीच है और ये लोग क्यों ऊंच है. ഇതാണ് പാസേജ്. ഒന്നാമത്തെ ചോദ്യം, ഠാക്കൂർ കാ കുവാം കഹാനി കിസ് സമസ്യ പർ ആധാരിത് ഹെ. ഏത് പ്രശ്നമാണ് ആധാരമായിട്ടുള്ളത്? ആദ്യം കിടക്കുന്ന ജാതിഗത് സമസ്യ പർ. രണ്ടാമത്തെ ചോദ്യം, ഇസ് വാക്യസെ വിശേഷൺ ശബ്ദ ചുൻകർ ലഗെ. വിശേഷണ ശബ്ദമാണ്. വിശേഷണം എന്ന് പറയുന്നത് നാമവിശേഷണം, അഡ്ജക്റ്റീവാണ്. കുപ്പിക്ക് ധുന്ദലി രോഷ്നി. ധുന്ദലി രോഷ്നി വിളക്കിലെ ആ മങ്ങിയ പ്രകാശം. പ്രകാശം നാമമാണ്. ആ ധുന്ദലി രോഷിനി മങ്ങിയ പ്രകാശം, പ്രകാശത്തെ വിശേഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് ധുന്ദലി ആണ് ഇവിടെ വിശേഷണം. കുവേംബർ ആരഹീതി. മൂന്നാമത്തെ ചോദ്യം, ജാതി പ്രഥ ഏക അഭിശാപ് ഹെ. സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാറാക്കൽ. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. ജാതി സമ്പ്രദായം ഒരു വിനാശം തന്നെയാണ്, ഒരു ശാപമാണ്. ഇത് ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോസ്റ്ററാണ്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ എഴുതണം. പടം ഒന്നും വരച്ചു വയ്ക്കണമെന്നില്ല. നമ്മൾ വലിപ്പത്തിലുള്ള അക്ഷരങ്ങളായാലും നമ്മൾ ഒരു പുതിയ പേജിൽ തന്നെ ഇത് എഴുതാൻ ശ്രമിക്കണം. 2 പേജിലായിട്ട് നിൽക്കാത്ത തരത്തിൽ തന്നെ പോസ്റ്റർ എഴുതാൻ നിൽക്കണം. എന്നിട്ട് നല്ലൊരു ബോർഡറൊക്കെ വരച്ച് നല്ല രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് ഫുൾ മാർക്കും കിട്ടുന്ന ഒരു ചോദ്യമാണിത്. അടുത്ത സൂചന, അകാൽ ഓർ ഉസ്കെ ബാദ് കവിതാക്കി പങ്ക്തിയാൻ പടേ ഓർ പ്രശ്ന 4 और 5 के उत्तर लिखें. അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയെ ആസ്പദമാക്കി 4-5 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. പാസ് ചെയ്താണ്. കൈ ദിനോന്തക്ക് ചൂൽഹാ രോയ ചക്കി രഹി ഉദാസ്. കൈ ദിനോं तक कानी कुतिया सोई उनके पास. कई दिनों तक लगी भीत पर चिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही शिकस्त. ഈ പാസേജും നമുക്കറിയാവുന്നതാണ്. നാലാമത്തെ ചോദ്യം, ചിപ്കലിയ ക്യോം ഗസ്ത് ലഗ രഹി ഥി. എന്തുകൊണ്ടാണ് പല്ലി ഉലാത്തുന്നത്? എന്താണ് കാരണം? അകാൽ കെ കാരൻ. അടുത്ത 5ാമത്തെ ചോദ്യം, കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുए കവിതാംശ കാ ആശയ ലിഖേ. ഈ കവിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതയുടെ ആശയം എഴുതാനാണ് പറയുന്നത്. ഈ കവിതയുടെ കവി നാഗാർജുനാണ്. നാഗാർജുൻ की लिखी हुई एक कविता है അകാൽ ഓർ ഉസ്കെ ബാദ്. അങ്ങനെ തുടങ്ങി നമുക്ക് കവിത എഴുതാം. ഇതിൻ്റെ ആശയം ഗദ്യരൂപത്തിൽ എഴുതുമ്പോൾ അതിന് ഫുൾ മാർക്ക് കിട്ടും. അടുത്ത സൂചന, ബസന്ത് മേരെ ഗാവ് കാ ലേഖ ആമിഷ് പഠേ ഓർ ചക് സേ 9 തക്കെ പ്രശ്നോं के उत्तर लिखें. ബസന്ത് മേരെ ഗാവ് കാ എന്ന ലേഖനത്തെ ആസ്പദമാക്കി 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ. പാസേജ് ഇതാണ്. ബസന്ത് ഭൂൽ ദേയി കാ त्योहार लेकर आता है. दो देर शाम तक बच्चे भूल चुनते हैं. इन भूलों को रिंगाड़ यानी बांस की एक प्रजाति से बनी घास तरह की टोकरियों में रखा जाता है. टोकरियों को रात भर पानी से भरी गागरों के ऊपर रखा जाता है ताकि वे सुबह तक मूर्छा न पाए. सुबह पौ पटते ही
ബച്ചോं കി ടോക്കറിയ ഗാവ് പർ മേം ഘൂംതി ഹൈ. ഈ പാസേജ് നമുക്ക് പരിചയമുള്ളതാണ്. ആറാമത്തെ ചോദ്യം, ബച്ചോं की टोलियां कब से गांव पर में घूमते हैं. കുട്ടികളുടെ കൂട്ടം എപ്പോഴാണ് ഗ്രാമത്തിൽ ഉരാത്തുന്നത് അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങുന്നത്. രണ്ടാമത് കിടക്കുന്ന സുബഹ് സേ. ഏഴാമത്തെ ചോദ്യം, ബച്ചെ ഭൂലോങ്കോ കൈസെ താസ രക്തേ ഹെ. എങ്ങനെയാണ് പൂക്കൾ ഫ്രഷാക്കി മാറ്റി വെക്കുന്നത്. ആ പാസയിൽ തന്നെയുണ്ട്. ടോക്കറിയോങ്കോ രാത് ഭർ പാനി സേ ഭരി ഗാഗ്രോം കെ ഊപ്പർ രഖാ ജാതാ ഹെ താകി വേ സുബഹ് തക് മുർച്ച ന പായി. അടുത്ത ചോദ്യം, വാക്യ പിരാമിഡ് കി പൂർത്തീകരി. എട്ടാമത്തെ ചോദ്യം, അത് നമുക്ക് പരിചയമുള്ളതാണ്. അതിനകത്ത് ആ സെന്റൻസുകളെ വികസിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് കെ ഭൂൽ ദേയിക്ക, ഈ രണ്ട് വാക്കുകളാണ്. ഇതനുസരിച്ച് നമ്മൾ നിശ്ചയിക്കണം. ആദ്യം ഇനി നമുക്ക് നോക്കാം. ബച്ചെ മനാത്തെ ഹെ, ബച്ചെ त्योहार मनाते हैं. उत्तराखंड के बच्चे त्योहार मनाते हैं. उत्तराखंड के बच्चे फूल देई का त्योहार मनाते हैं. അടുത്ത ഒമ്പതാമത്തെ ചോദ്യം, സഹി മിലാൻ കരീം. ശരിയായിട്ടുള്ളത് ചേർത്തെഴുതാനാണ്. അപ്പോൾ അത് ആദ്യം ഉള്ളതിനോട് ചേർന്ന് ആദ്യം കൊടുത്തിരിക്കുന്ന കോളത്തിൽ കൊടുത്തിരിക്കുന്നതിന് ചേരുന്നത് മറ്റേ കോളത്തിൽ ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. നമ്മൾ ആരവിട്ട് വെക്കുകയല്ല ഇവിടെ വേണ്ടത്, ചേർത്ത് എഴുതണം. ആദ്യം കിടക്കുന്നത് നോക്കാം. ബച്ചെ ബഡേ ലോഗ് ഓജി പശു ചാരക്. രണ്ടാമത് കിടക്കുന്നത് ചൗത്തി ഗീത് ഗാത്തെ ഹെ ഔഷധിയാം ബേച്ച്തേ ഹെ ഭൂൽ ചുൻതേ ഹെ ബച്ചോं को സലാ ദേത്തെ ഹെ. ബച്ചെ ഫൂൽ ചുൻതേ ഹെ, കുട്ടികൾ പുഷ്പങ്ങൾ കളക്ട് ചെയ്യുകയാണ്. ബഡേ ലോഗ്, അത് ഏറ്റവും അവസാനം കിടക്കുന്ന ബച്ചോं को സലാ ദേത്തെ ഹെ. ഔജി ആദ്യം കിടക്കുന്ന ചൗത്തി ഗീത് ഗാത്തെ ഹെ. പശുച്ചാർ രണ്ടാമത് കിടക്കുന്ന ഔഷധിയാം ബേച്ച്തേ ഹെ. ഇനി നമുക്ക് ഇതിനൊരു ചോയ്സ് ഉള്ളത്, സംഗീതം की सहायता से भूल देई का त्योहार के बारे में ലഘു ലേഖ് ലിഖേ. ഒരു ലഘുലേഖനം എഴുതാനാണ്. നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റുകൾ നോക്കാം. ഉത്തരാഖണ്ഡ് കാ ത്യോഹാർ, ഫൂലോം കി സജാവട്ട്, പൂക്കൾ അലങ്കരിക്കുക, ഘറോം സെ ദക്ഷിണ, വീടുകളിൽ നിന്നുള്ള ദക്ഷിണ, സാമൂഹിക ഭോജ്, സമൂഹ സദ്യ. ഇത്രയും പോയിന്റുകളെ ഡെവലപ്പ് ചെയ്ത് ഒരു നല്ല ലേഖനം ഉണ്ടാക്കണം. അടുത്ത സൂചന, ബീർബഹൂട്ടി കഹാനി കാ അംശ പഠേ ഓർ പ്രശ്ന 10 और 11 के ഉത്തർ ലിഖേ. 10-11 ചോദ്യങ്ങളുടെ ഉത്തരം ബീർബഹൂട്ടി കഹാനിയുടെ അംശം വായിച്ച് എഴുതുക. പാസേജ്, बेला का मन बहुत खराब हो गया. माट साहब चाहे मुझसे पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नजर में बहुत अच्छी है. നമുക്കിത് പാസേജ് നല്ല പരിചയമുള്ളതാണ്. 10ാമത്തെ ചോദ്യം, ഷർമിദ മഹസൂസ് കർന പ്രയോഗിക്കാൻ മതലബ് മൂന്നാമത് കിടക്കുന്ന ലജ്ജിത് ഹോനെയാണ്. 11ാമത്തെ ചോദ്യം, ബേല കമൻ ഖരാബ് ഹോഗയാക്കും. പാസേജിന്റെ ആദ്യത്തെ വരിയിൽ തന്നെ കിടപ്പുണ്ട്. മാറ്റ് സാബ് ചാഹെ മുച്ചേ പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. സാഹിലിന്റെ മുന്നിൽ വെച്ചായിരിക്കരുത്, വേണമെങ്കിൽ മാഷ് അടിച്ചോട്ടെ, അതിലും കുഴപ്പമില്ല. പക്ഷേ സാഹിലിന്റെ മുമ്പിൽ വെച്ച് മാത്രം ഇത് ചെയ്യരുത്. സാഹിലിന്റെ മുന്നിൽ അവൾ വളരെ നല്ല കുട്ടിയാണ്. അപ്പം ഇതായിരുന്നു അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചത്. അടുത്ത സൂചന, സബ്സെ ബഡാ ഷോമാൻ ജീവനെ കാമിഷപ്പെടെ ഓർ 12 से 14 तक प्रश्नों के उत्तर लिखें. 12 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം സബ്സെ ബഡാ ഷോമാൻ എന്ന ഭാഗത്തിൽ നിന്നും എഴുതാനാണ്. ചാർലിക്കോ വ അക്സർ അപ്നെ സാത്ത് തിയേറ്റർ ലേ ജാത്തി തീ. ചാർലിയെ തന്നോടൊപ്പം തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു. ഉസ് ദിൻ ഭി ഭർദേ കെ പീछे ഖടാ വ ആവാസ് കെ തമാശെ കോ ദേഖ് രഹാ താ. ഇത്തവണ അവൻ കർട്ടന് പിന്നിൽ നിന്നുകൊണ്ട് ഈ തമാശയെല്ലാം കണ്ടുകൊണ്ടിരുന്നു. മാം ഓർ മാനേജർ മേ ബഹസ് ഹോത്തെ ദേഖ് വഹാ ഗയ. അമ്മയും മാനേജറും തമ്മിൽ തർക്കം നടക്കുമ്പോൾ അവൻ അവിടെ ചെന്നു. 12ാമത്തെ ചോദ്യം, സബ്സെ ബഡാ ഷോമാൻ ജീവനിക്ക് ലേഖക് കോൻ ഹെ. സബ്സെ ബഡേ ഷോമാൻ എന്ന
ജീവചരിത്രത്തിൻ്റെ ലേഖകൻ ആരാണ്? അവസാനം കിടക്കുന്ന ഗീത് ചതുർവേദി. 13ാമത്തെ ചോദ്യം നമൂനയ്ക്ക് അനുസാർ ലിഖേ. ആ മാതൃക അനുസരിച്ച് എഴുതാനാണ്. അതിൽ ആദ്യം മാം ദേഖ്തി ഹേ, അതിനെ മാറ്റിയത് എങ്ങനെയാണ്? മാം ദേഖിനെ ലഗി. അപ്പം മാം ദേഖ്തി ഹേ, അമ്മ നോക്കുന്നു, അമ്മ നോക്കാൻ തുടങ്ങി. മാം വന്നത് കൊണ്ടാണ് ലഗിന് ആണ് മാറ്റം വരുന്നത്. നമ്മൾ പ്രത്യേകം അറിയണം. ലഗ് എന്ന് പറയുന്ന പ്രയോഗത്തിൽ അതിൻ്റെ സബ്ജക്റ്റിൻ്റെ ലിംഗവചനം അനുസരിച്ച് ലഗിനായിരിക്കും മാറ്റം വരുന്നത്. അടുത്തത് ബച്ചേ ദേഖ്തേ ഹേ, ബച്ചേ ദേഖിനെ ലഗേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ, ലഗ് എന്ന പ്രയോഗത്തിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കണം. ലിങ്ക് ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. 14ാമത്തെ ചോദ്യം ഇസ് പ്രസംഗ് പർ ചാർലി കി മാം ഓർ മാനേജർ കെ ബീച്ച് കി ബാത്ചീത് ലിഖേ. ഈ സന്ദർഭം അനുസരിച്ച് ചാർലിയും അമ്മയും തമ്മിലുള്ള സംഭാഷണം നമ്മൾ എഴുതണം. അതിൻ്റെ ചോയ്സ് ഉള്ളത് ചാർലിക്ക് മാംക്ക് ഉസ് ദിൻ കെ ഡയറി, അമ്മ എഴുതുന്ന ഡയറി എഴുതണം. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറി എഴുതുന്നത് ദിവസത്തിൻ്റെ അവസാന സമയത്താണ്. അതുകൊണ്ട് നമ്മൾ പാസ്റ്റ് ടെൻസിൽ തന്നെ നമുക്ക് എഴുതണം. അതുപോലെ തന്നെ കോമൺ ആയിട്ട് എഴുതാവുന്ന ചില വാചകങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആജ് ദിൻ കൈസാ ദിൻ ഥാ, ഇന്നത്തെ ദിവസം എന്തൊരു ദിവസമായിരുന്നു. മെയും ഫൂൽ നഹീം സത്ത, എനിക്കത് മറക്കാൻ കഴിയുന്നില്ല. ഡയറി മേ ലിഖ്താഹും തുടങ്ങിയ വാക്കുകളിലൂടെ നമുക്ക് തുടങ്ങാം. എന്നിട്ട് പാസേജിൽ വരുന്ന പ്രധാന പോയിന്റുകൾ നമ്മൾ എഴുതിയാൽ മാത്രം മതിയാകും. അടുത്ത സൂചന അയാം കലാം കെ ബഹാനെ ഫിലിമിലേക്ക് അംശ് പടേ. അയാം കലാം കെ ബഹാനെ എന്ന ഫിലിം ലേഖനത്തിൻ്റെ അംശം വായിച്ചിട്ട് 15 ഒക്കെ ഉത്തരലേക്ക് 15-16 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. പാസേജ് ജഗ് ഐസി ഹെ കി വിദേശി ടൂറിസ്റ്റ് ബഹുത്ത് ആത്തെ ഹെ. വിദേശി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. കലാം സീഖ്നെ തേസ് ഹെ, കല പഠിക്കാൻ നല്ല മിടുക്കനാണ്. ചട്സെ ഉൻകി ബോലി സീഖ് ജാത്താ ഹെ, വിദേശത്ത് നിന്ന് വരുന്നവരുടെ ഭാഷ അവൻ പെട്ടെന്ന് പഠിച്ചെടുക്കും. ഓർ ജൽദി ഹി വിദേശി സെ ആയി ലൂസി മാഡം കാ ഭി ദിൽ ജീത്ത് ലേത്താ ഹെ. അങ്ങനെ പെട്ടെന്ന് വിദേശത്തു നിന്ന് വന്ന ലൂസി മാഡത്തിൻ്റെ മനസ്സിൽ അവൻ സ്ഥാനം പിടിച്ചു. ലൂസി മാഡം വാദാ കർത്തി ഹെ കി, ലൂസി മാഡം അവന് വാക്കുകൊടുത്തു. വേ ഉസേ അപ്നെ സാത്ത്, അവ തന്നോടൊപ്പം ദില്ലിയിലേക്ക് ജായെങ്കി, ദില്ലിയിലേക്ക് കൊണ്ടുപോകാം. ദില്ലിമേയും ഡോക്ടർ കലാം ഹെ, ഡൽഹിയിൽ ഡോക്ടർ കലാമുണ്ട്. ജിൻസെ മിൽക്കർ ഹമാരെ കലാം കോ കുച്ച് കഹനാ ഹെ, അദ്ദേഹത്തെ കണ്ട് നമ്മുടെ കലാമിന് എന്തോ പറയാനുണ്ട്. 15ാമത്തെ ചോദ്യം ലൂസി മാഡം കോൻ ഹെ ഔർ കലാം കോ ക്യാ വാദാ ദേത്തി ഹെ. ലൂസി മാഡം വാദാ കർത്തി ഹെ കി വേ ഉസേ കലാം കോ, അവനെ കലാമിനെ അപ്നെ സാത്ത് ദില്ലി ലേക്കർ ജായേഗി, ഡൽഹിയിൽ കൊണ്ടുപോകാം എന്നാണ് വാക്ക് കൊടുത്തത്. അടുത്ത 16ാമത്തെ ചോദ്യം അയാം കലാം കെ ബഹാനെ ഫിൽമി ലേഖ കെ ആധാർ പർ 4 സഹി പ്രസ്താവിച്ചു നൽകെ. 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എഴുതണം. 4 എണ്ണം മാത്രമേ എഴുതാൻ പാടുള്ളൂ. നമുക്ക് ചോദ്യം നോക്കാം. കലാം ഓർ രണവിജയ് അച്ഛേ ദോസ്തുകെ. കലാമും രണവിജയും നല്ല കൂട്ടുകാരാണ്, അത് ശരിയാണ്. കലാം കോ സ്കൂൾ ജാനെ കാ ഡർ ഹെ. കലാമിന് സ്കൂളിൽ പോകാൻ ഭയമാണ്, അത് തെറ്റാണ്. കലാം ചായക്ക് ദൂക്കാൻമേയും കാം കർത്താ ഹെ. കലാം ചായക്കടയിൽ ജോലി ചെയ്യുന്നു, അത് ശരിയാണ്. കലാം സീഖ്നെ തേസ് ഹെ. കലാം പഠിക്കാൻ മിടുക്കനാണ്, അതും ശരിയാണ്. കലാം ഢാണി കെ റാണ കാ ബേട്ടാ ഹെ. ഢാണി കെ റാണ, ഠാണിയിലെ രാജാവിൻ്റെ പുത്രനാണ്, തെറ്റാണത്. കലാം അപ്നി ദോസ്തി കാ പ്രണ നഹീം തോഡ്ത. കലാം അപ്നി ദോസ്തി കാ പ്രണ നഹീം തോഡ്ത, അവൻ്റെ ചങ്ങാത്തം ഒരിക്കലും നശിപ്പിക്കില്ല. അതിന് ചോയ്സ് ഉള്ളത് രാഷ്ട്രപതി കലാം കെ നമ്പർ ചോട്ടു കാ പത്ര തയ്യാർ കരേ. ഇവിടെ കത്തെഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ ആ മോഡൽ തന്നെ വേണം എഴുതാൻ. സ്ഥലം, തീയതി, ഒരു അഭിസംബോധന, അതുപോലെ തന്നെ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടാകണം. പിന്നീട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ടാകണം, കൺക്ലൂഷൻ ഉണ്ടാകണം. പിന്നെ ഒരു നല്ലൊരു കോംപ്ലിമെൻ്ററി ക്ലോസ് ഉണ്ടായിരിക്കണം, ഒരു നല്ല ആ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒപ്പ്, പേര്, ഇവയുണ്ടായിരിക്കണം.
അവസാനം സേവാമയും കൊടുത്തിട്ട് നാം പത ഇത്രയും ആകുമ്പോൾ ഒരു നല്ല കത്തായി. അതിനെ നമുക്ക് ഫുൾ മാർക്കും പ്രതീക്ഷിക്കാം. അടുത്ത സൂചന ठाकुर का कुआं खाने का मिशपड़े और प्रश्न 17 और 18 के उत्तर लिखे. 17-18 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. കുവൈംബർ സ്ത്രീയാം പാനി ഫർണയായി തീ, വെള്ളം നിറയ്ക്കാനായി സ്ത്രീകൾ കിണറിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇന്മയും ബാത്ത് ഹോത്തി രഹീതിയും, കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖാന ഖാനെ ചലേ ഔർ ഹുക്മ ഹുവാക്കി താസ പാനി ഫർലാവോ, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് നല്ല വെള്ളം കൊണ്ടുവരാൻ ആജ്ഞാപിക്കുന്നു. കടയിൽ കയറിയ പൈസ നഹി ഹൈ, ഹം ലോഗോं को आराम से बैठे देख जैसे मर्दों को जलन होती है. നമ്മൾ സ്ത്രീകൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ പുരുഷന്മാരുടെ ഒരു പരിപാടിയാണിത്, അവർക്ക് സഹിക്കുന്നില്ല. നമ്മൾ ആ കഥയിൽ കണ്ട പാസേജാണ്. 17-ാം ചോദ്യം ഇൻമേം മെയിം നിഹിത് സർവനാം കോൻസാഹെ. ഇൻമേം എന്നുള്ളതിലെ സർവനാമം ഏതാണ്? എ ആണ് ഇതിലെ സർവനാമം. എ പ്ലസ് മേ ആണ് ഇൻമേം. 18-ാം ചോദ്യം കഹാനി കെ ഇസ് പ്രസംഗ പർ പട്കഥ കയക്ക് ദൃശ്യയിലേക്ക്, ഒരു തിരക്കഥ എഴുതാനാണ്. തിരക്കഥ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ സീനുകളായിട്ട് വേണം എഴുതാൻ. അപ്പോൾ അതുകൊണ്ട് ദൃശ്യ അല്ലെങ്കിൽ സീൻ ഏക്ക് എന്ന് തുടങ്ങണം. നമുക്ക് സന്ദർഭം എഴുതാം, സ്ഥാന സമയ ഇവയുണ്ടാവണം. അതുപോലെ തന്നെ പാത്ര അവരുടെ പ്രായമുണ്ടാകണം, വേഷഭൂഷയുണ്ടാകണം, പിന്നീട് സംവാദം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ പാസേജിനെ ആസ്പദമാക്കി എഴുതിയാൽ മാത്രം മതിയാകും. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അവരവരുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ശരി, ഒരഭിപ്രായം എഴുതണം, ലൈക്ക് ചെയ്യുകയും വേണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.